മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 4 മുട്ട എടുത്ത് നമുക്ക് കുക്കറിനകത്ത് പുഴുങ്ങാൻ വെക്കണം. കുക്കറിനകത്തും പെട്ടെന്ന് 2 വിസിൽ വരുമ്പം മുട്ട വെന്ത് കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് അത് വിസിൽ വരട്ടെ. ഇനി 2 തക്കാളി, 2 പച്ചമുളക്, 2 സബോളയും കൂടി അരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം. എന്നിട്ടൊരു പാൻ തീയിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് മൂപ്പിച്ച് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യൂബാകൃതിയിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സബോളയും കൂടി ഇട്ട് ഇളക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പും 2 പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ചെറുതീയിൽ വഴന്നെടുക്കുക. നല്ലപോലെ വഴന്ന് വരുമ്പം ഇതുപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം മൂടി വെക്കുവാണെങ്കിൽ അത് വെന്ത് കിട്ടാൻ എളുപ്പമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് മസാല കൂട്ട് 2 ഏലക്കായും ഗ്രാമ്പും പട്ടയും മുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾ പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതും നമ്മൾ മുട്ടയ്ക്ക് വേണ്ടി അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയുടെ 2-3 കഷ്ണവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റ് പോലെ വെച്ചെടുക്കാം. കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ടക്കറിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. അരച്ചവിടെ മാറ്റി വെച്ച് നമ്മൾ ഉള്ളി വഴഞ്ഞ് വരുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടിയിട്ട് ഇതുപോലെ നല്ലപോലെ വാട്ടിയെടുക്കണം. നല്ലപോലെ വഴന്ന് വരുമ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ അരപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളമാക്കേണ്ട. വെള്ളമാക്കേണ്ടവർക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ ചാറ് വേണ്ടവർക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിക്കാം. അതുപോലെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളച്ച് വരുമ്പം നമ്മൾ പൊടിഞ്ഞ് വെച്ചേക്കുന്ന മുട്ടയിനകത്തോട്ട് പൊരിക്കുക. കുറച്ച് കരിയാപ്പിലയും കൂടെ തൂക്കിയിട്ടാൽ ബെസ്റ്റ് കറിയാണ്. ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, ചോറിന് വരെയും കൂട്ടാൻ മുട്ടക്കറി എത്ര എളുപ്പം